ബി വിട്ട സന്ദീപ് വാര്യർക്കെതിരെ കണ്ണൂർ അഴീക്കോട് യുവമോർച്ചയുടെ ഭീഷണി മുദ്രാവാക്യം. ഒറ്റുകാര സന്ദീപെ പാലക്കാട് പട്ടാപ്പകലെടുത്തോളാമെന്നാണ് ഭീഷണി. ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ ദിനത്തിലാണ് പ്രകോപന മുദ്രാവാക്യം. ഒറ്റുകാര സന്ദീപേ, ഒറ്റുകാര സന്ദീപേ, ഒറ്റുകാര സന്ദീപേ, ഒറ്റുകാര സന്ദീപേ, 30 വെള്ളിക്കാശും വാങ്ങി, 30 വെള്ളിക്കാശും വാങ്ങി, പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തു, പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത അന്തയില്ല മൂരാച്ചേ, അന്തയില്ല മൂരാച്ചേ, പ്രസ്ഥാനത്തെ അപമാനിക്കോ, പ്രസ്ഥാനത്തെ അപമാനിക്കോ, ബലിദാനികളെ കൂട്ടുപിടിച്ച, ബലിദാനികളെ കൂട്ടുപിടിച്ച, ബലിദാനികളെ കൂട്ടുപിടിച്ച, ബലിദാനികളെ കൂട്ടുപിടിച്ച, പട്ടാപ്പകലിൽ പാലക്കാട്, പട്ടാപ്പകലിൽ പാലക്കാട്, പട്ടാപ്പകലിൽ പാലക്കാട്, പട്ടാപ്പകലിൽ പാലക്കാട്, നിന്നെ ഞങ്ങളെടുത്തോളാം, നിന്നെ ഞങ്ങളെടുത്തോളാം, നിന്നെ ഞങ്ങളെടുത്തോളാം, നിന്നെ ഞങ്ങളെടുത്തോളാം. മുജീബ് ചേരുന്നു വിവരങ്ങളുമായി. മുജീബ്, പതിവായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ. എന്താണ് യുവമോർച്ചക്കാർ പറയുന്നത്? അതെ അബ്ജദ്, ഇന്നലെ കണ്ണൂർ അഴീക്കോട് നടന്ന KT ജയകൃഷ്ണൻ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗത്തിനും അതുപോലെ തന്നെ പ്രകടനത്തിനിടയിലാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യുവമോർച്ചയുടെ പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ഇതിലാണ് സന്ദീപ് വാര്യർക്കെതിരെ അത്യന്തം പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചത്. ഈ മീറ്റിംഗിൽ AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള BJPയുടെ പ്രധാന നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതിന്റെ തൊട്ടു മുൻപാണ് ഈ പ്രകടനം നടന്നത്. അഴീക്കോട് നഗരത്തിലൂടെയായിരുന്നു BJP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഈ പ്രകടനം നടന്നത്. അതിലാണ് സന്ദീപിനെതിരെ ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത്. പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത സന്ദീപിനെ പാലക്കാട് പട്ടാപ്പകൽ തന്നെ എടുത്തോളാം എന്നുള്ള രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യമാണ് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാൻ BJPയുടെ മറ്റ് നേതാക്കൾ, ജില്ലയിലെയോ സംസ്ഥാനത്തെ നേതാക്കൾ തയ്യാറായിട്ടില്ല. അതേസമയം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രകടനത്തിന്റെ മുഴുനീള സമയത്തിലും സന്ദീപിനെതിരായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ആ പ്രകടനം അഴീക്കോട് നഗരത്തിലൂടെ കടന്നുപോയത്.